ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിച്ചപ്പോൾ തന്നെ ലെസ്ബിയൻ പങ്കാളികളായ ആദിലയും നൂറയും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് മത്സരം എത്തി നിൽക്കുമ്പോൾ ആദില ടോക്സിക് ആയി നൂറയോട് പെരുമാറുന്നു എന്ന പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട്. ഇത് അവരുടെ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമാവാം എന്ന അഭിപ്രായവും ശക്തമായി വരുന്നുണ്ട്. ഇതിനിടയിൽ സേഫ് ഗെയിം കളിക്കുകയാണോ എന്ന് നൂറയോട് ആദില ചോദിക്കുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ജിസേലിനെ പിന്തുണച്ച് നൂറ സംസാരിച്ചതിലേക്ക് ചൂണ്ടിയാണ് ആദിലയുടെ ചോദ്യം വരുന്നത്. എന്താണ് ഉദ്ദേശം? സേഫ് ഗെയിം കളിക്കുന്നു എന്ന് നൂറയോട് ആദില പറയുന്നു. ഇതിന് മറുപടിയായി നൂറ പറയുന്നത്, എനിക്ക് ചില ഫേവറേറ്റുകൾ ഉണ്ടെന്നും അവരോട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ്. ഞാൻ നിന്റെ ഫേവറേറ്റ് അല്ലേ എന്ന് നൂറയോട് ആദില ചോദിച്ചു. നീ എന്റേതല്ലേ എന്നായിരുന്നു നൂറയുടെ മറുപടി. എന്റെ ഫ്രണ്ടാണ് ജിസേൽ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് നൂറ പറഞ്ഞപ്പോൾ അതിനിടയിൽ ഫ്രണ്ടുമായോ എന്നാണ് ആദില തിരിച്ചു ചോദിച്ചത്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് എന്ന് നൂറ പറയുമ്പോൾ എനിക്കതിലൊന്നും പ്രശ്നമില്ലെന്നാണ് ആദിലയുടെ പ്രതികരണം. ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും ആദിലയും നൂറയും പിരിയുമോ എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട്. നൂറയെ സംസാരിക്കാൻ ആദില അനുവദിക്കുന്നില്ല എന്ന വിമർശനവും ചിലർ ഉന്നയിക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിൽ ഒന്നായ ഇരുവരും കൂടുതൽ സ്നേഹത്തോടെ തന്നെ മുൻപോട്ട് പോകുമെന്നാണ് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ചരിത്ര വിധിയിലൂടെയാണ് ആദിലക്കും നൂറയ്ക്കും ഒരുമിച്ച് ജീവിക്കാനായത്. സൗദി അറേബ്യയിൽ +2 പഠിക്കുമ്പോഴാണ് ഇരുവരും ഇഷ്ടത്തിലാകുന്നത്. പിന്നാലെ ഇന്ത്യയിലെത്തി ഇരുവരും ബിരുദ പഠനത്തിന് ചേർന്നു. ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് നൂറയുടെ കുടുംബം അറിഞ്ഞതോടെ ഇവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് വലിയ പീഡനങ്ങളാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ രണ്ടുപേരും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആയി മാറിയിരിക്കുകയാണ്.